എന്താണ് ചാർജ് എന്ന് നിനക്ക് അറിയണോടാ? കുറ്ററിഞ്ഞിട്ട് ഇടി കൊള്ളതല്ല അതിന്റെ ഒരു സുഖം. അല്ലാതെ LP സ്കൂളിലെ കുട്ടികളെ തല്ലണ മാതിരി. വിനോമതേ സർ, ഈ സ്റ്റേഷൻ അതിർത്തിയിൽ ഇത്രയും കള്ളന്മാരെ ഉള്ളോ? ഇനി ഗോൾഡ് ഗോപാലുണ്ട് സാർ. അവൻ ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് മദ്രാസിൽ പോയിരിക്കുക. അടപടലേന്ന് അടിച്ചു മാറ്റുന്നവരും വേറെ ഉണ്ട് സാർ. നീ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. പക്ഷേ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പില്ല. ബസ്സിൽ വെച്ച് ബാഗിന്റെ അടിവയറ്റിൽ സിസേറിയൻ നടത്തി 65 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ അടിച്ചു മാറ്റം നീയല്ലടാ. 65 പവനോ? സ്വർണത്തിന് വില കുറഞ്ഞ ശേഷം ഞാൻ ആ വൃത്തികെട്ട സാധനം കൈ കൊണ്ട് വിട്ടിട്ടില്ല. പിന്നെ കള്ളനാണെങ്കിലും സാറിന് ഇല്ലാത്ത ഒന്ന് എനിക്കുണ്ട്. എന്താടാ? അഭിമാനം. സത്യം പറയണം. സത്യം പറഞ്ഞ നിന്റെ അടിപാറ ഞാൻ കൂട്ടും. മടിയിൽ കനമില്ലാത്ത ഒരു വഴി ഭയമെന്തിനാ സാറേ? നിനക്കൊണ്ടടാ ചണ്ടി അഭിമാനം? ചണ്ടിയല്ലേ സാർ, ചാണ്ടി. ഇനീഷ്യലില്ല. ഓ, നീ നിന്റെ തന്തയെ മോഷിച്ചു വിറ്റോ? ദൈവാനുഗ്രഹോട് അങ്ങനെ ഒരു സാധനം എനിക്കില്ലേ സാറേ. അതെടാ? അപ്പൻ ആരാണെന്ന് അമ്മോട് ചോദിച്ചാ അമ്മയ്ക്ക് പോലൊരു നിശ്ചയില്ല. ചോദിച്ചാ പറയും കർത്താവാണെന്ന്. ആര് വിശ്വാസത്തിലെ ഞാനും. പുന്നാര മോനെ സത്യം വേണം. അന്നാന്നത്തേക്കുള്ളത് മാത്രം ഓട്ടിക്കുന്ന ഒരു പാവം അത്തപ്പാടി കള്ളനെ സാറേ ഞാൻ. സ്വർണം സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് സാറിന്റെ വിലപ്പെട്ട ടൈം വേസ്റ്റ് ആക്കുന്ന ഒരു അപേക്ഷയുണ്ട്. ഇവന്മാരെല്ലാം ലോക്കപ്പ് ചെയ്യാം. സത്യം തെളിയിക്കാമോ ഞാൻ നോക്കട്ടെ. ഉച്ചയ്ക്ക് ഉണ്ണാൻ കാണുമെന്ന് നിനക്കൊന്ന് വിളിച്ചു പറയായിരുന്നില്ലേ? പതിവില്ലാത്തതുകൊണ്ട് ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയില്ല. ഓ, ഉള്ളത് മതിയമ്മേ. ഒരു മുന്നറിയിപ്പും ഇല്ലാതല്ലേ ഓരോന്നൊക്കെ സംഭവിക്കുന്നത്. സ്റ്റേഷനിൽ ഇരുന്നിട്ടാണെങ്കിൽ ഒരു മനസമാധാനവും ഇല്ല. ആ മാഷോട് ഞാനിപ്പോ എന്താ പറയാ? കിട്ടിയില്ലേ കള്ളനെ? എന്താ? അല്ല, കള്ളനെ കിട്ടിയില്ലേന്ന് ചോദിക്കായിരുന്നു. എവിടെ കിട്ടാൻ? ചോദ്യം ചെയ്തത് എന്റെ ഊപ്പാട് വന്നില്ലേ? അവനെങ്ങാനും എന്റെ കൈ കിട്ടിയ നീ അങ്ങ് മൂക്കിയെ കേറ്റും. ഒന്ന് പോടാ. ആ പിന്നെ, ഞാനൊരു കാര്യം പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? നീ അത് ഇതുവരെ ചെവിക്കൊണ്ടോ? ഓ, പിന്നെയും വരുന്നു തെല്ലാള് വേഷമായിട്ട്. ഇന്ന് ഏത് കോവിലകത്തെ കൊച്ചമ്പലയുടെ കാര്യ പറയാൻ പോകുന്നത്? കോവിലകത്തെ തമ്പുരാട്ടിമാരെ എന്ന് നിനക്ക് പിടിക്കത്തില്ലല്ലോ. ദല്ലാളന്മാരുടെ മുഖം കാണുന്നത് നിനക്ക് ചതുർത്തി കാണുന്നത് പോലെയാ. അതുകൊണ്ട് പത്രത്തിലെ വിവാഹ പരസ്യം നോക്കി ഞാനൊരു കൂട്ടർക്ക് കത്തിട്ടു. നിന്റെ നാളുമായിട്ട് നല്ല പൊരുത്തുള്ള നാളാ പെൺകുട്ടിയുടേത്. വൃശ്ചികത്തിലെ മകം. ഹലോ, ചെക്കിംഗ് സഹൃദയരെ, ചാത്രാടൻ തിയേറ്റേഴ്സിന്റെ 49ാമത് കലോപഹാരം ഉറങ്ങില്ല കടുവ. നാടകരചന ചാത്തനാടൻ, ഗാനങ്ങൾ ചാത്തനാടനാശാൻ, സംഗീതം മിസ്റ്റർ ചാത്തനാടൻ, രംഗപടം ചാത്തു, നാടക സംവിധാനം നാടക തിലകം ചാത്തനാടൻ. ആദ്യത്തെ ബെല്ല് കേൾക്കുമ്പോൾ എല്ലാവരും ഹാളിലേക്ക് കടന്നിരിക്കേണ്ടതാണ്. രണ്ടാമത്തെ ബെല്ല് കേൾക്കുമ്പോൾ അച്ഛൻ രാവിലെ തുടങ്ങിയോ? വെറുതെ അയൽവക്കക്കാരെ കൊണ്ട് അതും ഇതും പറയിക്കുന്ന എന്തിനാ? അവര് പറയട്ടടി, എനിക്ക് പുല്ല, വെറും തൃണമുൽ. ഏടി അന്തസ്സായിട്ട് 10-25 കൊല്ലം സ്റ്റേജിൽ വരച്ചിട്ടുള്ളവനാണ് ഞാൻ, ഈ ചാത്തനാടൻ. ഇപ്പൊ പണ്ടത്തെ പോലെ വയ്യ, അതുകൊണ്ട് അഭയം നിർത്തി. പല്ല് കൊഴിഞ്ഞത് കരുതി കടുവ പൂച്ചയാവോടി. വീട്ടിലിരുന്നിങ്ങനെ നാടകം വിളിച്ചു പോയി അച്ഛന് വട്ടാണെന്ന് ആൾക്കാർ ധരിക്കും. അവർ ചുമ്മാ ധരിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. മോളെ, വേലക്കാരനായും പട്ടാളക്കാരനായും പോലീസുകാരനായും അഡ്വക്കേറ്റായും ഈ ചാത്തടം വിലച്ചുപോലെ ആര് വിലച്ചിട്ടുണ്ടീ? അതിന്റെ ഓർമ്മകൾ അച്ഛൻ അയവർക്കാട് പോലെ. അരക്ക് വിട്ടാലും അച്ഛൻ അഭിനയിക്കാതിരിക്കാൻ കഴിയില്ല മോളെ, കഴിയില്ല. ചെക്ക് ചെയ്യണ്ട, ആ മൈക്ക് കേടാ. പിശാചിവിടെ ഉണ്ടായിരുന്നു. കാശുണ്ടെങ്കിൽ ഈ വീട്ടിൽ എന്ത് നടക്കൂ? നാണമില്ലല്ലോടാ, അധ്വാനിച്ച് 10 കാശുണ്ടാക്കി അച്ഛനെ തരേണ്ട മകൻ. നീ നിന്റെ ചേട്ടനെ കണ്ടുപിടിക്ക. എന്റെ കൊച്ചി രാപകളില്ലാതെ അധ്വാനിക്കുന്നത് കൊണ്ടാ ഈ കുടുംബത്തിലെ ചെലവുകൾ കഴിച്ചു പോകുന്നത്. മോനെ ദിവാകരാ, ഡ്യൂട്ടിക്ക് പോയച്ചാ.
റോസ്പോലിപ്, സ്റ്റോക്ക് ഉണ്ട്. നിറോസിൻ, അതുണ്ട്. സോർബിട്രേറ്റ്, ഉണ്ട്. ബാക്ടീം ഡിഎസ്, അതുണ്ട്. എറിത്രോസിൻ, അതുണ്ട്. ആംപിലോങ്, ആ ന്യൂറോട്രിറ്റ്. ഇതൊക്കെ ഇവിടെ ഉണ്ട്. എങ്കിൽ എല്ലാം ഈ 2 എണ്ണം വീതം എടുത്തോളൂ. എന്താ ഇല്ലേ? ഇല്ല. പിന്നെ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞത്? അതെ, ഒരു ദിവസം സാറിനെ പോലെ 10-15 പേരെ ഇവിടെ കയറി ഇറങ്ങുന്നത്. ഞങ്ങൾക്ക് സ്ഥിരം കമ്പനികളുണ്ട്, അവരുടെ മരുന്നേ ഞങ്ങൾ എടുക്കും. അപ്പൊ മറ്റുള്ളവരെ ഒഴിവാക്കാനാണല്ലേ ഈ മരുന്നൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്? അതെ, സാറിന് മെഡിക്കൽ റിപ്പല്ലേ? എന്താ സർട്ടിഫിക്കറ്റ് കാണിക്കണോ? വേണ്ട, കുറെ മരുന്നുകൾ ഇവിടെ ഒന്ന് ആവശ്യപ്പെട്ടതേ ഞങ്ങളെ പരീക്ഷിക്കാനുള്ള അടവല്ലേ. എന്നാര് പറഞ്ഞു? കമ്പനിയിൽ അയച്ച സാമ്പിൾസ് തീർന്നു, അതെന്റെ സ്വന്തം ചെലവിൽ വാങ്ങിച്ച് ഞാൻ ഡോക്ടേഴ്സിന് കൊണ്ടുപോയി കൊടുക്കാം. അത്രമാത്രം സിൻസിയർ ആണ് ഞാൻ. പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്നുണ്ടല്ലോ, മെഡിക്കൽ കൗൺസിലിൽ കംപ്ലൈന്റ് ചെയ്ത് നിങ്ങളെ മെഡിക്കൽ സ്റ്റോറിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തോളാം ഞാൻ. നിങ്ങളുടെ പേരെന്താ പറഞ്ഞത്? ജോസഫ്. അതുകൊണ്ട് 2 പ്രതിപിടിയിൽ ബാങ്ക് കവർച്ച 2 ഇച്ചായ എന്നാ ചായ. അവിടെ വെച്ചോ. ഇച്ചായൻ എന്നാ അരിച്ചു പെറുക്കുന്നേ? പരീക്ഷാ ഫലമോ അതോ ലോട്ടറി നമ്പറോ? ഇത് രണ്ടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ആഭരണ കേസിലെ പ്രതിനെ പൊക്കിയോ നോക്കിയതാ. പൊക്കിയോ? പൊക്കും. അതിനെ എസ് വേറെ 2 ജന്മം ജനിക്കണം. അയാൾ വലിയ കേമനാന്ന് ഇച്ചാൻ തന്നെയല്ലേ പറഞ്ഞത്? അതിനേക്കാൾ 2 ഇരട്ടി കഴിവുള്ളവനായിരിക്കും അത് മുക്കിയത്. അങ്ങനെ ആണുങ്ങള് ഇവിടെ ഒരുത്തനുണ്ട്, കള്ളനാന്നും പറഞ്ഞ് നടക്കുന്നു. എടാ, പെങ്ങക്ക് ടൈപ്പിന്റെ ഫീസ് കൊടുക്കേണ്ടത് നാളെയാ. അതിനുള്ള വഴിയല്ല നീ കണ്ടുവച്ചിട്ടുണ്ടോ? അമ്മച്ചി, ഒരു കാര്യം മനസ്സിലാക്കണം. കാശും ആഭരണങ്ങളും അടിച്ചു മാറ്റുന്ന കള്ളന്മാര് ഈ നാട്ടിൽ പലരുണ്ട്. പക്ഷെ പലചരക്ക് സാധനങ്ങൾ മാത്രം അടിച്ചു മാറ്റുന്ന ഒരു കള്ളൻ, അതാണ് ഞാൻ. എനിക്ക് വെറൈറ്റിയോടാണ് താല്പര്യം. നിനക്കിപ്പോ ഫീസ് കൊടുക്കണം, അത്രല്ലേ വേണ്ട? 2 കുട്ടിക്കുറ പൗഡറും 250 പരിപ്പുണ്ട്, കൊണ്ടുപോയി കൊടുക്ക്. ഇതെവിടെ കൊണ്ട് കൊടുക്കാനാ? നിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് കൊടുക്ക്. പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ. മുട്ട കൊടുത്ത് കപ്പ വാങ്ങും, കപ്പ കൊടുത്ത് കാള വാങ്ങും, കാള കൊടുത്ത് കയറ് വാങ്ങും. പഴയ ബാർബർ സിസ്റ്റം. ബാർബർ അല്ല, ബാർട്ടർ സിസ്റ്റം. അതെ, ഓരോരോ മാറ്റങ്ങളെ. എടാ, ആ ദിവാകരൻ നിന്റെ കൂട്ടുകാരനല്ലേ? അവനാണെങ്കിൽ നല്ലൊരു ജോലിയുണ്ട്. 100-300 നിനക്ക് അവനോട് ചോദിച്ചൂടെ? അമ്മ, അവന്റെ പാടം അവനറിയാം. പെങ്ങളെ കെട്ടിക്കാൻ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് അവൻ ഓടിയോണ്ട് നടക്കാം. അതെന്താ അവനാ പത്രം കൊണ്ടുവന്ന് കൊടുക്കുന്നേ? എന്റെ അമ്മയെ ഞാൻ കുത്തുവോ? ദിവാകരൻ ചേട്ടനും ഇച്ചാനും 8 വരെ ഒന്നിച്ച് പഠിച്ചതല്ലേ? തുടർന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇച്ചാനും ദിവാകരൻ ചേട്ടനെ പോലെ മാന്യമായ ഒരു ജോലി കിട്ടുമായിരുന്നില്ലേ? എങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ല. എടി മോളെ, ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചു. എനിക്ക് വേണ്ടത്ര വിവരായി അമ്മേ. അവന് വിവരില്ലാത്തോണ്ട് അവൻ പഠിച്ചു. ഞാനും അവനൊക്കെ ചെയ്യണ ജോലിയൊക്കെ ഒന്ന് തന്നെയാ. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നാട്ടുകാർക്ക് ഒട്ടും മനസ്സിലാവില്ല. മോനെ, മോർണിംഗ്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിനെ കണ്ട എല്ലാവർക്കും ഇലക്ഷനിൽ തോറ്റ സ്ഥാനാർത്ഥിയെ കണ്ട മട്ട. എനിക്ക് ആരുടെയും ഊഴം തെറ്റിക്കണ്ടേ? എല്ലാരും കണ്ടതിന് ശേഷം കണ്ടാ മതി. അല്ല, സാറിനെ കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടല്ലോ. യുവർ ഗുഡ് നെയിം പ്ലീസ്? തോമസ് കോരള. ഓ, XMLA. നല്ല പരിചയം. സാറിന്റെ പ്രസംഗങ്ങൾ ഞാൻ ധാരാളം എന്റെ സാറുമാരെ അല്പം രക്തം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ആ നേഴ്സന്മാരെല്ലാം കൂടെ കൈയുടെ അറ്റം കുത്തിക്കീറി കളഞ്ഞു. എന്തൊരു വേദന, സഹിക്കാൻ വയ്യേ. അയ്യോ, എനിക്ക് വയ്യ, ഞാൻ പോവാ. സാറിന് രക്തം പരിശോധിക്കണം? അല്ല, എനിക്ക് മൂത്ര പരിശോധിക്കേണ്ടത്.